എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇയ്യോബ് ഓർപ്പിച്ച് പറയുന്നൊരു പ്രസ്താവന കാണാം. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നതുപോലെയും കൂലിക്കാരൻ കൂലി കാത്തിരിക്കുന്നതുപോലെയും ഞാനും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. നന്നാ രാവിലെ എഴുന്നേറ്റ് കുടുംബം പുലർത്തുന്നതിനു വേണ്ടി വിവിധ ഇടങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നതായ ഒരു കൂലിക്കാരൻ, അവൻ ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും അവൻ കഠിനാധ്വാനം ചെയ്യുമ്പോഴുമൊക്കെ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള ആഴമായ ആഗ്രഹവും വാഞ്ചയും എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് സന്ധ്യയാകുമ്പോൾ പണി കഴിഞ്ഞ് കയറുമ്പോൾ അവന് കൂലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ളത്. അത് അവന് കൊടുക്കേണ്ടതാകുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത് എന്ന പദമാണ്. കാരണം കുടുംബം പുലർത്തുവാൻ വേണ്ടി, അവൻ്റെ അന്നത്തെ ഉപജീവനത്തിനു വേണ്ടി അവൻ അധ്വാനിപ്പാനായി നിന്റെ അരികത്തേക്ക് കടന്നു വന്നു എങ്കിൽ അവൻ അധ്വാനിച്ചതിൻ്റെ കൂലി അവൻ അന്ന് തന്നെ കൊടുത്തയക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അധ്വാനിപ്പാനായിട്ട് വന്നിരിക്കുന്ന ഒരു കൂലിക്കാരൻ തൻ്റെ അധ്വാന സമയത്തു മുഴുവനും അന്നത്തെ തൻ്റെ കുടുംബം പുലർത്തുവാൻ വേണ്ടി അധ്വാനിക്കൊണ്ട് അവനവൻ്റെ കൂലി കാക്ഷിക്കുന്നു. ആ കൂലി ജന്മിമാർ പിടിച്ചു വയ്ക്കുകയും തക്ക സമയത്ത് അവന് കൊടുക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് പണിയെടുത്ത് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയ കർഷകന് അന്ന് വീട് പുലർത്തുവാൻ വഴിയില്ലാതെ അവൻ സങ്കടപ്പെടുമ്പോൾ അവൻ്റെ സങ്കടവും അവൻ്റെ നിലവിളിയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നോർമ്മപ്പെടുത്തുന്ന ഇയ്യോബിൻ്റെ വാക്കുകൾക്കകത്ത് പറയുന്നത്, ഒരു കൂലിക്കാരൻ കൂലി ആഗ്രഹിക്കുന്നതുപോലെ, ഒരു വേലക്കാരൻ നിഴൽ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ ചില നാളുകളായി ഒരു വിടുതൽ ആഗ്രഹിക്കുകയാണ്. അത് ദൈവം എനിക്ക് തരണം എന്ന് ദൈവം താൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഭാരത്തോടും വേദനയോടും കൂടി ഒരു നിഴൽ ആഗ്രഹിക്കുന്ന, ഒരു കൂലി ആഗ്രഹിക്കുന്ന മനുഷ്യനെ പോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ, സർവശക്തിയുള്ള ദൈവം നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും കാണുകയും നിങ്ങൾക്ക് തക്ക സമയത്ത് നന്മ ചെയ്യുവാൻ വിശ്വസ്തതയുള്ള ദൈവമാണെന്ന് ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ഓർത്തു വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ
സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഒരു കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിതത്തിൽ ചിലതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും കേട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊരു ഉത്തരം ദൈവം നൽകുവാൻ ദൈവം വിശ്വസ്തനാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.